إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فاتقوا الله عباد الله وراقبوه في السر والنجوى واعلموا أن من أعظم ما يبتلى به العبد في هذه الحياة تقلب الأحوال وتغير الأزمان واضطراب الموازين أوصيكم وإياي أولا بتقوى الله. ഏറെ സമാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ പടച്ചറബിൻ്റെ വിധിവിലൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കണേ എന്ന് മുത്തക്കികളായി മുഅ്മിനുകളായി ജീവിച്ച് മരിച്ചു പോകുന്നതിനുള്ള പ്രാർത്ഥനകളിലും പ്രവർത്തനത്തിലും ഏർപ്പെടണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽപ്പെട്ടതാണ് സംഭവങ്ങളുടെയും സാഹചര്യങ്ങളുടെയും കാലത്തിൻ്റെയും ഒക്കെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മൂല്യ തകർച്ചയും. ഇന്ന് പ്രതിസന്ധികൾ ഒന്നിനു പുറകെ മറ്റൊന്നായി നിരന്തരമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ വാർത്തകളാകട്ടെ ലോകത്ത് അതിവേഗത്തിൽ പ്രചരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വാർത്തയിൽ നിന്ന് മോചിതനമാകുന്നതിൻ്റെ മുമ്പ് മറ്റ് പേടിപ്പെടുത്തുന്നതും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതുമായ മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതായിട്ട് വരുന്നു. നമ്മുടെ നാട് ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും സംഘർഷങ്ങളുമൊക്കെ കാണുമ്പോൾ ബുദ്ധിമാനായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർ ആത്മപരിശോധനക്ക് വിധേയമാകേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഈ ആമുഖം ഇവിടെ ഓർമ്മപ്പെടുത്തിയത്. ഒരു വാർത്ത കേൾക്കുമ്പോൾ, ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ ആ വാർത്ത പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാനോ നമ്മുടെ ആ കാര്യത്തിലുള്ള നിരീക്ഷണം എന്താണ്, നമ്മുടെ വിശകലനങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ അറിയിക്കാനോ അതിന് വേഗത കൂട്ടുന്നതിന് മുമ്പ് ഇത്തരം അസ്വസ്ഥതകളിൽ എങ്ങനെ നാം സമചിത്തത കൈവരിക്കണം, ആത്മധൈര്യം നേടണം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെയാണ് ഒരു വിശ്വാസി സധൈര്യം നേരിടേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ആലോചിക്കേണ്ടത്. അയ്യുഹൽ ഇഖ്വാൻ, ഫലൈസൽ മുവഫഖു മൻ സബഖ ബിൽ ഖബർ വലാ മൻ അക്സറ തഹ്ലീക വതഹ്ലീൽ വലാകിന്നൽ അൽ മുവഫഖ ഹഖൻ. ഒരു
വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇവിടെ ആലോചിക്കേണ്ട ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം വാർത്തകളും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ വ്യത്യസ്തമായ അവസ്ഥാന്തരങ്ങളുമൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് വിശ്വാസിക്ക് തളരാതെ നിലനിൽക്കാൻ സാധിക്കുക? തൻ്റെ ആയുസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ റസൂൽ ഒരു ചതുരം വരച്ചു. ആ ചതുരത്തിനുള്ളിൽ അതിൻ്റെ മധ്യഭാഗത്തായി ഒരു വര വരച്ചു. ആ വര പുറത്തേക്ക് നീട്ടിയിട്ടു. ഉള്ളിലുള്ള ചതുരത്തിൻ്റെ ഉള്ളിലുള്ള വരയുടെ രണ്ട് ഭാഗങ്ങളിലായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ വരകളും വരച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ ചതുരത്തിൻ്റെ ഉള്ളിലുള്ള വര എന്ന് പറയുന്നത് മനുഷ്യരെ നിങ്ങളാണ്. ആ ചതുരം എന്ന് പറയുന്നത് നിങ്ങളുടെ ആയുസ്സാണ്. ആ ചതുരത്തിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വര എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെയാണ്. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ചെറിയ വരകളുണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും വേദനകളും വെപ്രാളങ്ങളും എല്ലാം തന്നെയാണ്. ഉള്ളിൽ കാണുന്ന ആ ചെറിയ വരകൾ, അതൊന്ന് മിസ്സായാൽ മറ്റൊന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഒരു ഭാഗത്ത് പ്രയാസമുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്ത് സന്തോഷം വരാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലൂടെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിനൻ നാസി മഫാത്തിഹ ലിൽ ഖൈർ മഗാലിക ലിശ്ശർ വ ഇന്ന മിനൻ നാസി മഫാത്തിഹ ലിശ്ശർ മഗാലിക ലിൽ ഖൈർ ഫതുബാ ലിമൻ ജഅല അല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദൈഹി വവൈലുൻ ലിമൻ ജഅല അല്ലാഹു മഫാത്തിഹ ശർരി അലാ യദൈഹി. വാർത്തകളും സംഭവങ്ങളുമൊക്കെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വൈകാരികമായി തളരാതെ, മാനസികമായി വിഭ്രാന്തി കാണിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു വചനമാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നന്മയുടെ താക്കോലുകളായിട്ടുള്ള തിന്മയുടെ പൂട്ടുകളായിട്ടുള്ള ചില ആളുകളുണ്ട്. നേരെ മറിച്ചുമുണ്ട്. എല്ലാ തിന്മകളും തുറന്നിടുന്ന, എന്നാൽ എല്ലാ നന്മകളുടെയും പൂട്ടുകളായി മാറുന്ന ചില ആളുകളും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ആർക്കാണോ നന്മയുടെ വാതിലുകൾ ഏത് അവസരങ്ങളിലും തുറന്നിടാൻ സാധിക്കുന്നത്, തിന്മയുടെ പൂട്ടുകളായി മാറാൻ ആർക്കാണ് സാധ്യമാകുന്നത്, അവർക്ക് മംഗളം നേരുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ധൈര്യമാണ്, സ്ഥൈര്യമാണ്, നന്മയിൽ മുന്നേറാനുള്ള, ഏത് പ്രയാസങ്ങളെയും അതിജയിക്കാനുള്ള ആർജവമാണ്, അതിനുള്ള തൻ്റെ ഇടമാണ് ഒരു വിശ്വാസി നേടേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശറഹിലെ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് ഫഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര എന്നാണ്. തീർച്ചയായും ഞെരുക്കത്തോടു കൂടെയാണ് എളുപ്പമുള്ളത്. എളുപ്പം തീർച്ചയായും സംഭവിക്കുന്നത് ഞെരുക്കത്തോടു കൂടെ തന്നെയാണ് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഒരു പ്രയാസത്തിന് രണ്ട് എളുപ്പങ്ങളെ തോൽപ്പിക്കാനാവില്ല. രണ്ട് എളുപ്പങ്ങളെ തോൽപ്പിക്കാൻ ഒരു പ്രയാസത്തിനാകില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണിത്. ഇതും കടന്നു പോകും. ഒരു രാജാവ് ഒരിക്കൽ തൻ്റെ മന്ത്രിയോട് പറഞ്ഞു പോലും, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന നന്മകൾ, ഞാൻ കാണുന്ന പരീക്ഷണങ്ങൾ, എനിക്ക് ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷങ്ങളും പരീക്ഷണങ്ങളും അങ്ങനെ പലതുമുണ്ട്. എനിക്ക് സന്തോഷം വരുമ്പോൾ നോക്കിയാൽ സങ്കടം തോന്നണം, എനിക്ക് സങ്കടം വരുമ്പോൾ നോക്കിയാൽ സന്തോഷം വരണം. അതിനാവശ്യമായ ഒരു വാചകം എൻ്റെ മോതിരത്തിൽ കൊത്തിത്തരണം, അത് കൊത്തിവെച്ച് തരണം എന്ന് ആവശ്യപ്പെട്ടു പോലും ആ മന്ത്രി കൊത്തിവെച്ചത് ഇങ്ങനെയായിരുന്നു, ഇതും കടന്നു പോകും.
ദിസ് ടു ഷാൾ പാസ് എന്നാണ് അദ്ദേഹം കൊത്തിവെച്ചത് എന്ന, ഇതും കടന്നു പോകുമെന്ന്. അങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. ഒരു 5-10 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങളെ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളെ ഓർത്തു നോക്കൂ. എന്തൊക്കെയുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു അതൊന്നും കടന്നു പോവില്ല എന്ന്. നമ്മളവിടെ പരാജയപ്പെട്ടു പോയേക്കുമെന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ജീവിച്ചില്ലേ? നമ്മൾ അതിജയിച്ചില്ലേ? നമ്മളവിടെയൊക്കെ വിജയിച്ചു വന്നില്ലേ? ഇമാം ഷാഫി പറയുന്ന അത്ഭുതകരമായ ചില വാചകങ്ങളുണ്ട്. ലാഖത്ത് ഫലമ്മസ്തഹ്കമത് ഹലഖാതുഹാ ഫുരിജത് വകുന്തു അളുന്നുഹാ ലാ തുഫ്റജു. കാര്യങ്ങളെല്ലാം അങ്ങേയറ്റം ഇടുങ്ങിയതായി, അതിൻ്റെ കണ്ണികൾ ഓരോന്നോരോന്നായി മുറുകി വന്നു. അപ്പോൾ അതാ ആരും വിചാരിക്കാതെ അള്ളാഹുവിൻ്റെ ഒരു തുറവി ഉണ്ടാകുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നു, മനസ്സെ ശാന്തമാകൂ എന്ന്, മനസ്സെ സധൈര്യം മുന്നോട്ട് പോകൂ എന്ന്. പ്രയാസപ്പെടാതിരിക്കാനുള്ള ആപ്തവാക്യങ്ങളായിരുന്നു ഇമാം ഷാഫിയുടെ ആ ഒരു കവിതയിൽ നമ്മൾ കാണുന്നത്. വലറുബ്ബ നാസിലത്തിൻ യലീഖു ബിഹൽ ഫതാ ദർഅൻ വഇൻദല്ലാഹി മിൻഹൽ മഖ്റജു. ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ എല്ലാ കഴിവുകളും അവസാനിച്ചു എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥകൾ എത്രയെത്രയാണ് ജീവിതത്തിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ വിപത്തുകളെയും തരണം ചെയ്യാൻ, അതിജയിക്കാൻ പടച്ചവന്റെ അടുക്കൽ മാർഗമുണ്ട് എന്ന് എന്താണ് അവർക്ക് ബോധ്യപ്പെടാത്തത്? ബോധ്യപ്പെടണമല്ലോ. അന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ പടച്ചവന്റെ അടുക്കലേക്ക് നമ്മുടെ കരങ്ങൾ നിർത്തിയിട്ടോ, അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതുഹു സഹല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ മാ ശിഅത സഹല. പടച്ചവനെ എല്ലാം എളുപ്പമാക്കാൻ, എല്ലാറ്റിൽ നിന്നും തുറവി നൽകാൻ സാധിക്കുന്നവനാണല്ലോ എന്ന് ആ പടച്ചറപ്പിനോട് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പ്രാർത്ഥനകൾ ഇന്നും പ്രാർത്ഥനകളായി നിലനിൽക്കുന്നുണ്ട്. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് അള്ളാഹു പറഞ്ഞത് ഏത് കാലഘട്ടത്തിലും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ ആയുധം ഒരാൾക്കും നശിപ്പിച്ചു കളയാൻ കഴിയില്ല. ഒരു തരത്തിലുള്ള സംവിധാനങ്ങൾക്കും ആ ഒരു ആയുധത്തെ തകർത്ത് കളയാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് വിശ്വാസികളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നത്. അള്ളാഹു സൂചിപ്പിച്ചില്ലേ, അള്ളാഹു നിങ്ങൾക്ക് ഓരോ ഞെരുക്കത്തിന് ശേഷവും അവൻ എളുപ്പം നൽകുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സൂറത്ത് തലാഖിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന്നൻ നസ്ർ മഅസ്സബ്ർ വഅന്നൽ ഫർജ മഅൽ കർബ് വഅന്ന മഅൽ ഉസ്രി യുസ്ര. തീർച്ചയായും ക്ഷമയോടൊപ്പം വിജയമുണ്ട്, കഷ്ടപ്പാടുകളുടെ കൂടെ വഅന്നൽ ഫർജ മഅൽ കർബ്, കഷ്ടപ്പാടുകളുടെ കൂടെ ആശ്വാസം വരാനുണ്ട്. വഅന്ന മഅൽ ഉസ്രി യുസ്ര, പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. ഇത് പഠിപ്പിക്കുന്നത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. കൂരിരുട്ടുള്ള രാത്രിക്ക് ശേഷമാണ് തെളിച്ചമുള്ള വെളിച്ചമുള്ള സുന്ദരമായ പകൽ കടന്നു വരുന്നത്. അതികൂരിരുട്ടുള്ള രാത്രിക്ക് ശേഷമാണ് പകൽ കടന്നു വരുന്നത്. ജീവിതത്തിൽ അങ്ങനെയാ, പ്രയാസങ്ങളിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ അവിടങ്ങളിലൊക്കെ വിശ്വാസിക്ക് ക്ഷമിക്കാൻ സാധിക്കണമെന്ന ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങളെ പരീക്ഷിക്കുമെന്ന്. സമ്പത്തിലും സന്താനങ്ങളിലും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും, ഭയപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും. പക്ഷെ ആയത്തിന്റെ അവസാനം എന്താ പറഞ്ഞത്? ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ എന്ന. അപ്പോ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു രൂപത്തിലാണ് ജീവിതം മുന്നോട്ട് പോവുക എന്ന്. പക്ഷെ അവിടങ്ങളിലൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും എന്താണ് കൃത്യമായ ഞാൻ അവിടെ കാണിക്കേണ്ട
ഞാൻ ഏറ്റെടുക്കേണ്ട കാര്യം എന്താണ്, ഞാൻ അവലംബിക്കേണ്ട എൻ്റെ വ്യക്തിത്വം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊരു വിശ്വാസി കൃത്യമായി ആലോചിക്കുകയും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിച്ചത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി മുഹമ്മദിൻ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി ദുൽ ഫദ്ലി വൽ വഫ അമ്മാ ബഅദ്. ഊസീകും വഇയ്യാ സാനിയം ബിത്തഖ്വല്ലാഹ്. ഏകനായ പടച്ച റബ്ബിൻ്റെ വിധിവിലൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുത്തക്കികളായി മുഅ്മിനുകളായി അള്ളാഹുവിന് ഇഷ്ടപ്പെടും വിധം ജീവിതം ക്രമീകരിക്കാൻ പടച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ അന്ത്യം എന്തായാലും മരണമാണ്. ആ മരണം ഈമാനോടുകൂടി ഏറ്റെടുക്കാൻ, ആ നിലക്ക് സ്വീകരിക്കാൻ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര സഹോദരികളെ, പായൽ പിടിച്ചു കിടക്കുന്ന വെള്ളം തെളിയണമെങ്കിൽ ഒരല്പം കാത്തിരിക്കണം. ആകെ സംഘർഷഭരിതമായി കിടക്കുന്ന ഒരവസ്ഥ, അവിടെ ഒരു തെളിമയുണ്ടാകും, അതിനുശേഷം ഒരു തുറവിയുണ്ടാകും. പടച്ചവനതിനുള്ള മാർഗങ്ങൾ കാണും എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ട ആളുകളാണ് വിശ്വാസികളെന്ന് പറയുന്നത്. അതിനിടയിൽ നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾക്ക് തടസ്സമുണ്ടാകാൻ പാടില്ല. നമ്മൾ പടച്ചവനിലേക്ക് അടുക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ അതിന് റമദാൻ മാസത്തിലും അതേപോലെയുള്ള നല്ല അവസരങ്ങളിലുമൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളില്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നിങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചമുള്ള സുന്ദരമായ ചില പ്രത്യേകമായ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾ തുറന്നിടണം. അവിടേക്ക് മന്ദമാരുതൻ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ്. പടച്ചവൻ്റെ അനുഗ്രഹീതമായ ചില സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നു. അതിമഹത്തായ അവസരങ്ങളായിരുന്നു. നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ അതിനുവേണ്ടി പാകപ്പെടുത്തുകയും തുറന്നിടുകയും ചെയ്തു. പിശാചിനെ ബന്ധിച്ചു, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിട്ടു, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടച്ചു. എന്നിട്ട് സുന്ദരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി തീർത്തു. ആ അവസരങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സനാഇൽ മഅറൂഫ് തഖി മസാരി അസ്സു. നന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലത്തിൻ്റെ ആ കുത്തൊഴുക്കിൽ കടന്നു വരുന്ന അപകടങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്യാൻ അതെമ്പാടും മതിയാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നന്മകൾ ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പറയുന്നുണ്ടാവില്ല, പറഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് ഉമ്മാനെ കാണാൻ, ബാപ്പാനെ കാണാൻ, കുട്ടികളെ കാണാൻ അവർക്കൊന്ന് നാട്ടിൽ പോകേണ്ടതായിട്ട് വരും. സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടാകും. ഒരുപാട് ചെയ്യാൻ പറ്റാവുന്ന ആളുകളാണ്. ഏറ്റെടുക്കണം. അവരെ ചെയ്യാൻ സാധിക്കുന്നത് കൂട്ടായി ചെയ്യാൻ സാധിക്കണം. നമ്മൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കണം. അത്താണിയാകാൻ നമുക്ക് സാധിക്കണം. ഒരുപാട് പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ അനുഭവിക്കുന്ന വീട്ടിലെയും കുടുംബത്തിലെയും പ്രയാസങ്ങൾ, അവരെ കാണാനോ പരിചരിക്കാനോ സഹകരിക്കാനോ ഒന്നും സാധ്യമാകാത്ത സംവിധാനങ്ങൾ, അതിനുള്ള അവസരങ്ങൾ അങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മളായിട്ട് ഒറ്റക്ക്, നമ്മളായിട്ട് അവരെ സഹായിക്കാതെ, നമ്മളെല്ലാം കൊണ്ട് തികഞ്ഞവരാണ് എന്ന അർത്ഥത്തിൽ മുന്നോട്ട് പോകരുത് എന്നാണ് സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള നന്മകളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രാർത്ഥനകളിലൂടെ നമ്മൾ പോകുമ്പോൾ, ക്ഷമാപലപിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായും ഒരു തുറവി പടച്ചവൻ ഈ പറഞ്ഞ വാചകങ്ങൾ, ഈ ആയത്തുകൾ, ഈ ഹദീസുകൾ വെച്ചുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലോകം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തിന് ശാന്തത നൽകുമാറാകട്ടെ. പ്രവാസ ലോകത്ത് കഴിയുന്ന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ കാണാൻ
അവരിലേക്ക് വീണ്ടും ചെല്ലാനുള്ള സുന്ദരമായ സൗകര്യപ്രദമായ അവസ്ഥ ഈ നാട്ടിലും നമുക്കും എല്ലാ അവസ്ഥകളിലും അള്ളാഹു അത് കനിഞ്ഞരുളി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം പ്രതിസന്ധികളുണ്ടാക്കുന്ന, ലോകത്ത് ഛിദ്രതയുണ്ടാക്കുന്ന, കുഴപ്പങ്ങളുണ്ടാക്കുന്ന ശക്തികളിൽ നിന്ന്, വ്യക്തികളിൽ നിന്നും അള്ളാഹു ലോകത്തിന് ശാന്തിയും സമാധാനവും നൽകി രക്ഷയും സുരക്ഷയും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഅഫു ലനാ യാ ഗഫൂറൽ മുദ്നിബീൻ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم احفظ بلادنا وبلاد المسلمين من كل سوء. اللهم اجمع كلمتهم على الحق وألف بين قلوبهم وادفع عنهم الفتن ما ظهر منها وما بطن. اللهم من أراد بالإسلام والمسلمين سوءا فاشغله بنفسه ورد كيده في نهره وجعل تدبيره تدميرا عليه. واحفظ إخوتنا المرابطين وثبت الأرض تحت أقدامهم وارحم شهداءنا برحمتك يا أرحم الراحمين. ووفق اللهم أميرنا وولي عهده لهداك واجعل أعمالهما في طاعتك ورضاك. واجعل هذا البلد آمنا مطمئنا سخاء رخاء دار أمن وإيمان وسائر بلاد المسلمين. وآخر دعوانا الحمد لله رب العالمين.